Hi friends, welcome to Point Academy QA session. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂഎയിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന ടോപ്പിക്കാണ്. എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെന്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. പെർ സെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദി 100 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100 എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ് നമ്മുടെ നിത്യജീവിതം നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ SLC പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ, ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കും എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന്. അപ്പോഴൊക്കെ നമ്മൾ എന്താ പറയാ, എനിക്ക് 82% മാർക്കുണ്ട്, 90% മാർക്കുണ്ട്, 94% മാർക്ക് ഉണ്ട് എന്നാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, SSLCയിലുള്ള ടോട്ടൽ മാർക്കാണോ +2ലുള്ള ടോട്ടൽ മാർക്ക്, അതിന്റെ ടോട്ടൽ മാർക്കാണോ ഡിഗ്രിയിലുള്ളത്? ഇതെല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ പറയും ഇത്ര ശതമാനം മാർക്കാണ് എനിക്കുള്ളത്. ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 100ൽ ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ SLC പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടും, ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടും. സോ അവരുടെ ബേസ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസിയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു 3 പേരെ എടുക്കാം. A എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 100ൽ 90.25 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. B എന്ന് പറയുന്ന കുട്ടിക്ക് 200ൽ 181 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. C എന്ന് പറയുന്ന കുട്ടിക്കോ 300ൽ 270 മാർക്ക് ഉണ്ട്. ഇവരെ നമുക്ക് ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവരുടെയൊക്കെ ബേസ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ കുട്ടി 100, രണ്ടാമത്തെ കുട്ടി 200, മൂന്നാമത്തെ കുട്ടി 300ലാണ്. സോ ഇതൊക്കെ എന്താണ്, നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുക അല്ലെ. 90.25 മാർക്ക് ഔട്ട് ഓഫ് ഡിവൈഡഡ് ബൈ 100. ഇതെന്താണ്, ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷൻ നമ്മൾ എന്താക്കി മാറ്റണം, പെർസെന്റേജിലേക്ക് എങ്ങനെ മാറ്റും? ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലെ. അപ്പൊ 90.25 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര ശതമാനം മാർക്കായി? 90.25 ശതമാനമായിട്ട് മാറി. രണ്ടാമത്തെ കുട്ടിയുടെ കേസോ 181 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 വരും. 100 200 കട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2 വരും. 181ന്റെ പകുതി എത്ര വരും? 180ന്റെ പകുതി 90ഉം 1ന്റെ പകുതി അര, 90.5 അല്ലെങ്കിൽ 90 മാർക്ക് എന്ന് കിട്ടും. മൂന്നാമത്തെ കുട്ടിക്കോ 270 ആണ് എത്രയിൽ? 300. നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 270നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 27ൽ 3 9 തവണ 90 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ കുട്ടിക്ക് 90.25%, രണ്ടാമത്തെ കുട്ടിക്ക് 90.50%, മൂന്നാമത്തെ കുട്ടിക്ക് 90%. ഇപ്പൊ എല്ലാം ഒന്നിന്റെ ബേസിൽ വന്നു അല്ലെങ്കിൽ 100ന്റെ ബേസിൽ വന്നു. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ശതമാനം അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B, രണ്ടാമത്തെ കുട്ടിയാണ് 90.5% എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ പെർസെന്റേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പെർസെന്റേജ് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും ഇനി അങ്ങോട്ട് പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം തുടങ്ങിയിട്ട് എല്ലാ ടോപ്പിക്സിലും പെർസെന്റേജിന്റെ അപ്ലിക്കേഷൻ ലെവൽ പോകും. സോ നമുക്ക് ആദ്യം തന്നെ ഒരു നമ്പറിന്റെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പെർസെന്റേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പെർസെന്റേജ് ഫ്രാക്ഷൻ. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടോപ്പിക് ബേസിസ് പെർസെന്റേജ് നോക്കാം. അതായത് ഇപ്പം സാലറി ബേസ്ഡ് പ്രോബ്ലംസ്, പോപ്പുലേഷൻ ബേസ്ഡ് പ്രോബ്ലംസ് തുടങ്ങി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലം നമുക്ക് പെർസെന്റേജിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ഏതൊരു നമ്പറിന്റെയും പെർസെന്റേജ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നോക്കാം. 1000 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 1000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 അല്ലേ നമ്മൾ ചെയ്യാം അല്ലെ. ഇവിടെ 0 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 100 എന്ന് കിട്ടും അല്ലെ. അപ്പം 1000 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ 10% എന്ന് പറയുന്നത് 100 ആണ്. സോ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നും ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10% കിട്ടും. അപ്പൊ ഇവിടെ 10% എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. റൈറ്റ്. അപ്പൊ 100% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? 100% കിട്ടുക. നമുക്ക് പെർസെന്റേജ് ടോട്ടൽ നമ്പർ 100% അല്ലേ. അങ്ങനെയാണെങ്കിൽ 10% 100 ആണെങ്കിൽ ഇൻറ്റു 10 കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100% ആയ ഹോൾ നമ്പർ അഥവാ ഫുൾ 1000 അല്ലെ. നമ്മുടെ നമ്പർ എന്താണ്? 1000 ആണ്. സോ 1000 മാത്രമല്ല ഏതൊരു നമ്പറിന്റെ 1% കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ നിന്നും ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2000ന്റെ 10% എത്രയായിരിക്കും? 200. 3000ന്റെ 10% എത്രയായിരിക്കും? 300. 525ന്റെ 10% എത്രയായിരിക്കും? 52.5. 22ന്റെ 10% എത്രയായിരിക്കും? 2.2. ഇതുപോലെ 1% നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1000ന്റെ 1% എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1000 ഇൻറ്റു 1/100. റൈറ്റ്. സോ നമുക്ക് 0 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലെ. സോ ഏതൊരു നമ്പറിന്റെയും 1% അഥവാ 10% കണ്ടുപിടിക്കാൻ ഒരു പ്ലേസും 1% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കണം. 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടിട്ട് നമുക്ക് എത്ര കിട്ടും? 10. മറ്റൊന്നും നമ്മൾ ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ 2000ത്തിന്റെ 1% എത്രയായിരിക്കും? 2 പ്ലേസ് മാറ്റി പോയിന്റ് 20. 3000ത്തിന്റെ 10% എത്രയായിരിക്കും? 2 പ്ലേസ് മാറ്റി പോയിന്റ്. 525ന്റെ
ഒരു ശതമാനം എത്രയായിരിക്കും? 2 പ്ലേസ് മാറ്റി 0.5.2. 22ന്റെ ഒരു ശതമാനം എത്രയായിരിക്കും? 10 2.2. 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ 0.22. റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സിന്റെ പെർസെന്റേജ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഇവിടെ 3000ന്റെ 15% കണ്ടുപിടിക്കണം. ഓൾറെഡി നമുക്കറിയാലോ 10% എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡിൽ നിന്നും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ എത്ര വരും? 300. 10% എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് 300 കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 15%. 10% 300 ആണെങ്കിൽ ഇനി എത്ര കൂടെ കണ്ടുപിടിക്കണം? 5%. 10ന്റെ പകുതിയല്ല 5%. 10ന്റെ പകുതിയാണ് എന്ത്? 5% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10% 300 ആണെങ്കിൽ 5% 300ന്റെ പകുതി ആവില്ലേ? എത്ര വരും? 300ന്റെ പകുതി 150. സോ 300 150 ആഡ് ചെയ്യുമ്പോൾ 450 ആയിട്ട് മാറും. അപ്പൊ 3000ന്റെ 15% എന്ന് പറഞ്ഞത് 10, 300, 5, 150. ടോട്ടൽ എത്രയായിട്ട് വരും? 450 ആയിട്ട് വരും. അതുപോലെ 2000ന്റെ 35% ആണെങ്കിലോ 2000ന്റെ 10% 1.200. അങ്ങനെയാണെങ്കിൽ 30% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10% പ്ലസ് 10% പ്ലസ് 10% പ്ലസ് എന്ത് വരും? 5%. 10% എത്രയാണ്? 200. അപ്പൊ ഇവിടെ ഒരു 200, ഇവിടെ ഒരു 200, ഇവിടെ ഒരു 200, 3 200, 600 ആയി. 5% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10ന്റെ പകുതി. 10% 200 ആണ്. 200ന്റെ പകുതി 100. ടോട്ടൽ എത്ര വരും? We get 700. റൈറ്റ്. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് 35 സ്പ്ലിറ്റ് ചെയ്തുകൂടെ? 50% മൈനസ് 15% എന്ന് പറഞ്ഞാൽ എന്താണ്? 35% അല്ലേ? 2000ന്റെ 50% എത്രയാണ്? 2000ന്റെ പകുതി എത്ര വരും? 1000. റൈറ്റ്. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം 10ന്റെ പകുതിയും. 10% 2000. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 100. അപ്പൊ 10ഉം 5 എന്ന് പറയുമ്പോൾ 200, 100, 300 ആവും. 1000ത്തിൽ നിന്ന് എന്ത് ഞാൻ മൈനസ് ചെയ്യണം? 15% 300 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 700. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന 700 ആണ്, ഇവിടെ 700 ആണ്. സോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? വാല്യൂ നമുക്ക് സ്പീഡിൽ കിട്ടുക. ഇവിടെയാണെങ്കിലോ 2500ന്റെ 80% എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കാം? 10% പ്ലസ് 10% പ്ലസ് അങ്ങനെ 8 പ്രാവശ്യം എഴുതാം. അല്ലെങ്കിലോ 100% മൈനസ് 20% കണ്ടുപിടിച്ചാൽ പോരെ? 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ തന്നെയാണ്. എത്രയാണ്? 2500. ഈ 2500 നിന്നും 20% കുറയ്ക്കണം. 10% എത്രയാ? 250. 20% 500. അപ്പൊ 2500 നിന്നും 500 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ എത്ര കിട്ടും? 2000. 1400ന്റെ 45. 45നെ എങ്ങനെ സ്പ്ലിറ്റ് ആക്കും? 50% മൈനസ് 5% അല്ലെ? 50% മൈനസ് 5% എന്നാക്കും. അങ്ങനെയാണെങ്കിലോ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400ന്റെ പകുതി 700. റൈറ്റ്. 10% എത്രയാണ്? 140. 5% 140ന്റെ പകുതി 70. അങ്ങനെയാണെങ്കിൽ ഞാൻ 700ൽ നിന്നും എന്ത് കുറയ്ക്കണം? 70 കുറച്ചാൽ എനിക്ക് 45% കിട്ടില്ലേ? 700ന്ന് 70 കുറച്ചാൽ 630. ഇവിടെ നോക്കി 3600ന്റെ 90% എങ്ങനെ സ്പ്ലിറ്റ് ആക്കും? 100% മൈനസ് 10%. 100% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 360. 10% എന്ന് പറഞ്ഞാൽ എന്ത് വരും? അല്ല, 100% എന്ന് പറയുന്നത് 3600. 10% എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും 360. 3600ൽ നിന്നും ഞാൻ എന്ത് ചെയ്യണം? 360 കുറയ്ക്കണം. 3600ൽ നിന്നും 300 കുറച്ചാൽ എത്ര വരും? 3300. 3300 60 കുറച്ചാൽ 3240. അല്ലേ? പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താണ്? ഒരു നോർമൽ പ്യുവർ നമ്പർ അല്ലേ? 90, 80, 50, 35 ആൻഡ് 45. പക്ഷെ ഇവിടെ നോക്കി 900ന്റെ 33.33% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണണം? ആദ്യം 30% കണ്ടുപിടിക്കണം. 30% കണ്ടുപിടിക്കുക എളുപ്പമാണ്. 10% ഇൻറ്റു 10% പ്ലസ് 10%. പിന്നെ 3. ആദ്യം 1% കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? 3 കണ്ടുപിടിക്കണം. പിന്നെ 0.3 കണ്ടുപിടിക്കണം. പിന്നെ 0.1 കണ്ടുപിടിച്ചിട്ട് 0.3 കണ്ടുപിടിക്കണം. പിന്നെ 0.03 കണ്ടുപിടിച്ചിട്ട് 0.03 കണ്ടുപിടിക്കണം. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഇത്ര സമയം ഇതിന് ചെലവഴിക്കാനില്ല. അതിനാണ് പെർസെന്റേജ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് പെർസെന്റേജിലെ ഫ്രാക്ഷൻ ടേബിൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാത്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പെർസെന്റേജിൽ ഫ്രാക്ഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്ലിക്കേഷൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് യൂസ് ആവും. സിമ്പിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി, ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങിയ എല്ലാ മേഖലകളിലെ എല്ലാ ടോപ്പിക്സിലും നമുക്ക് പെർസെന്റേജിലെ ഫ്രാക്ഷൻ ടേബിൾ അപ്ലിക്കബിൾ ആവും. സോ എന്താണ് ഫ്രാക്ഷൻ ടേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്ക്, പെർസെന്റേജിലെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 100%.
അല്ലെ? ഈ 100% ഞാൻ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ എത്ര കിട്ടും? 100/1 എന്ന് പറഞ്ഞാൽ 100%, അല്ലെ? അതായത് ഇപ്പൊ എനിക്ക് ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പർ എന്താണ്? 100%. ഈ നമ്പർ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈക്വൽ ആയിട്ടുള്ള 2 പാർട്ടാക്കി മാറ്റാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പാർട്ട് ഉണ്ട്? അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്ത് വരും? 1/2 എന്ന് വരും, അല്ലെ? 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%-നെ 2 ഭാഗമാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം എന്താ? 100/2 എനിക്ക് എത്ര കിട്ടും? 50%. അതായത് ഫ്രാക്ഷൻ 1/2 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 50%. റൈറ്റ്. അടുത്തതോ, ഒന്നിനെ 3 ഭാഗമാക്കി. ഒന്നിനെ 3 ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം എത്ര വരും? 100/3, which is equal to 33.33%. അപ്പം 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 33.33%. അങ്ങനെയാണെങ്കിൽ 1/3 കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും? 2/3. 2/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 33.33 into 2 എത്ര വരും? 66.66%. 3/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്. സോ നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് 2/3 പഠിക്കണം, 1/3 വാല്യൂ നമ്മൾ പഠിക്കണം. സോ 1/2 എന്ന് പറഞ്ഞാൽ 50, 1/3 33.33, 2/3 എന്ന് പറഞ്ഞാൽ 66.66%. അടുത്തതോ 3 ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? 1/4. 100-നെ 4 ഭാഗമാക്കുക, അഥവാ 1/4. റൈറ്റ്. എത്ര വരും? 25%. 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25%. അപ്പൊ 2/4, 1/4 into 2. 1/4 എന്ന് പറഞ്ഞാൽ 25 into 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 50%. ഈ 2/4 എനിക്ക് ചെറുതാക്കി കൂടെ കട്ട് ചെയ്ത് എന്ത് വരും? 1/2 കിട്ടും. ഈ 1/2 അല്ലേ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള 50%. അപ്പൊ നമ്മൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 1/2 എന്ന് പറഞ്ഞാൽ 50 ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അടുത്തതോ 1/4, 2/4, അടുത്തെന്ത് വരും? 3/4. 3/4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/4 into 3. 25 into 3 എത്ര വരും? 75%. റൈറ്റ്. അടുത്തതോ 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആയിരിക്കും. ഈക്വൽ ടു 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. റൈറ്റ്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എന്ത് വരും? 1/4 ആൻഡ് ഓൾസോ 3/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 75% വരും. റൈറ്റ്. 1/4 കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1/5, അല്ലെ? 100-നെ 5 ഭാഗമാക്കി മാറ്റണം. 100-നെ 5 ഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ 100/5, which is equal to 1/5. ഈ 1 അല്ലേ? 100 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതിന് ഈക്വൽ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. 1/5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 100/5 we get 20%. എത്രയാണ്? 20%. ആൻഡ് ഓൾസോ അടുത്തത് 2/5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/5 into 2. 20 into 20 എന്ന് പറയുമ്പോൾ 40%. റൈറ്റ്. അടുത്തെന്ത് വരും? 3/5 എത്ര വരും? 60%. അടുത്തെത്ര വരും? 4/5 we get 60 plus 20, 80%. അടുത്തെന്ത് വരും? 5/5 which is equal to 1. 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%. റൈറ്റ്. എല്ലാം എന്താണ്? 20-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. 1/5 20, 2/5 40, 3/5 60, 4/5 80, 5/5 100. അടുത്തെന്ത് വരും? 1/5 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1/6 വരും, അല്ലെ? 1/6 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ? 100/6. we get 16.66%. അല്ലെ? 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 16.66%. അടുത്തെന്ത് വരും? 2/6. 2/6 നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി കൂടെ? രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 1/3 വരും. 1/3 നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? എത്രയാണ്? 33.33%. അപ്പം 1/3 ആണ് 2/6 എന്ന് പറയുന്നത്. 2/6 എന്ന് പറഞ്ഞാൽ 1/6 into 2 ആ. 16.66-ന്റെ ഡബിൾ ആണ് 33.33. അടുത്തെന്ത് വരും? 3/6. 3/6 ഓൾറെഡി പഠിച്ചതാ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കോമൺ ആണ്. 1/2 വരും. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50%. റൈറ്റ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 1/6 മാത്രമേ ഉള്ളൂ. അടുത്തെന്ത് വരും? 4/6. 4/6 കട്ട് ചെയ്ത് ഒഴിവാക്കി കൂടെ? രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2/3 കിട്ടും. 2/3 ഓൾറെഡി പഠിച്ചാണ്. 1/3 33.33 ആണെങ്കിൽ 2/3 എന്ത് വരും? അഥവാ 1/3 into 1/4 അല്ലേ? 1/3 എന്ന് പറഞ്ഞാൽ 50%. 1/6 എന്ന് പറഞ്ഞാൽ 16.66. ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടും? 66.66. അഥവാ 2/3 തന്നെയാണ്. 2/3 എത്രയാണ്? 66.66%. റൈറ്റ്. അടുത്തെന്ത് വരും? 5/6. 5/6-ന്റെ വാല്യൂ നമ്മൾ പഠിക്കണം. 66.66 പ്ലസ് 16.66 എത്ര കിട്ടും? 83.33%. ആ ലാസ്റ്റ് 1 6/6 1 ആണ്. എത്രയാണ്? 100% ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 1/6-ന്റെ വാല്യൂ പഠിക്കണം. ഇത് പഠിച്ചതാണ്. ഇത് നമ്മൾ പഠിച്ചതാണ് 5/6. ഈ 2 വാല്യൂസ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ്. റൈറ്റ്. അടുത്തത്
1/7. 1/7 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/7 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ ഇരട്ടി എത്രയാണ്? 14. 14ന്റെ ഇരട്ടി 28. 28ന്റെ ഇരട്ടി എത്രയാണ്? 56. 56ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 57. സോ 14 കഴിഞ്ഞ് രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഇടാം. റൈറ്റ്. അപ്പൊ 1/7 എന്ന് പറയാൻ എന്ത് വരും? 14.287. അങ്ങനെയാണെങ്കിൽ 2/7 എന്ന് പറയുന്നത് വരും. ഇവിടെ 1 കഴിഞ്ഞാൽ വലിയ വാല്യൂ ഏതാ? ഈ 6 നമ്പറിൽ 1 കഴിഞ്ഞാൽ വലിയ വാല്യൂ 2 അല്ലേ? ആ 2 നേരെ എടുത്ത് എഴുതാം. 2 എടുത്ത് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പർ അതേപോലെ എഴുതാം. 2, 8, 5, 7. 7 കഴിഞ്ഞാൽ 1, 4. 1, 4. റൈറ്റ്. നേരത്തെ 2 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇട്ടില്ലേ? ഇവിടെയും 2 പ്ലേസ് പോയിന്റ് ഇടാം. സോ 14.287 2/7 28.5714. അടുത്തത് 3/7. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. 2 കഴിഞ്ഞാൽ അടുത്ത വലിയ വാല്യൂ ഏതാ കൂട്ടത്തില്? 2 കഴിഞ്ഞാൽ വലുത് 4 അല്ലെ? 4 അതേപോലെ എഴുതി. 4 കഴിഞ്ഞ നമ്പർ ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. 4, 2, 8, 5, 7, 1. 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. 42.8571. 4/7 എന്ന് പറഞ്ഞാലോ? 4/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ അടുത്ത വലിയ വാല്യൂ 5. 5 കഴിഞ്ഞിട്ട് 7, 1, 4, 2, 8 എഴുതി. 2 പ്ലേസ് മാറ്റി പോയിന്റ് 2 57.1428. 5/7 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് കിട്ടും? 5 കഴിഞ്ഞാൽ വലിയ വാല്യൂ ഏതാ? 7 എഴുതി. 7 കഴിഞ്ഞാൽ 1, 4, 2, 8, 5. 2 പ്ലേസ് മാറ്റി പോയിന്റ് 2 7, 1, 4, 2, 8, 5. അടുത്ത എന്ത് വരും? 6/7. 6/7 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ 8. 8 എഴുതി. 5 എഴുതി. പിന്നെ 7, 1, 4, 2 അല്ലെ? 7, 1, 4, 2. 2 പ്ലേസ് മാറ്റി പോയിന്റ് 2 85.7142. ആൻഡ് 7/7 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 7/7 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 100% ആണ്. റൈറ്റ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരേ ഒരു വാല്യൂ ഉള്ളൂ. 1/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 point something ആണ്. 2857 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ 1/7 നിയർലി ഈക്വൽ ടു 14 അല്ലെ? 2/7 14 28. 3/7 42 point something. 4/7 ശ്രദ്ധിക്കണം, 56 അല്ല അല്ലെ? 14ന്റെ മൾട്ടിപ്പിൾ അല്ല, 57 point something അല്ലെ? ഒന്ന് കൂടും. ഇവിടെയോ 5/7 71 ആവും. 70ക്ക് പകരം 71 ആവും. 6/7 84 ആണ്. 14 into 6 അവിടെ 85 ആയി. കാരണം ഇവിടെ പോയിന്റ് സംതിങ് എന്തായിട്ട് മാറി? 1 ആയിട്ട് കൂടി. ആൻഡ് 7/7 എന്താണ്? 100. റൈറ്റ്. ആൻഡ് 1/7 കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട എന്താണ്? 1/8. 1/8 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 100 divided by 8 ആണ്. 100 divided by 8 എന്ന് പറയുമ്പോൾ 100ൽ 8 എത്ര തവണ പോകും? 12 തവണ 96. ബാക്കി 4 വരും. 4ൽ 8 പോയില്ല. 0 ഇട്ട് കൊടുത്തു, പോയിന്റ് ഇട്ട് കൊടുത്തു. 40ൽ 8 5 തവണ. സോ 12.5% എന്ന് കിട്ടും. എന്ത്? 1/8 എന്ന് പറഞ്ഞാൽ. സോ 2/8 2/8 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഓൾറെഡി പഠിച്ചതാ. 2/8 ചെറുതാക്കി കൂടെ 1/4. 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? 25%. റൈറ്റ്. 3/8 3/8 നമ്മൾ പഠിച്ചിട്ടില്ല. 25 plus 12.5 എത്ര വരും? 37.5%. 4/8 4/8 പഠിച്ചതാണ്. കട്ട് ചെയ്താൽ 1/2. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതെ, എത്രയാണ്? 50%. 5/8 5/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4/8 plus 12.5. 50% plus 12 എത്ര വരും? 62%. 6/8 നമ്മൾ പഠിച്ചതാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/4. 3/4 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു വാല്യൂ? 75%. റൈറ്റ്. 7/8 7/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 75 plus 12.5 87.5%. ആൻഡ് ലാസ്റ്റ് വൺ എന്ത് വരും? 8/8. 8/8 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 100% ആണ്. റൈറ്റ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്ക് 1/8 അറിയണം. റൈറ്റ്. ഇത് നമ്മൾ പഠിച്ചതാണ്. 3/8 അറിയണം. ഇത് നമ്മൾ പഠിച്ചതാണ്. 5/8 അറിയണം. ഇത് നമ്മൾ പഠിച്ചതാണ്. 7/8 അറിയണം. ഇതിനകത്ത് ആകെ പഠിക്കാനുള്ള 4 വാല്യൂസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. റൈറ്റ്. 1/8 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടേബിൾ ഏത് വരും? 1/9. സോ 1/9ന്റെ ടേബിള് അല്ലെങ്കിൽ 1/9ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 divided by 9. 9 100ൽ എത്ര തവണ പോകും? 99 11 തവണ അല്ലെ? 11.11. അതായത് 9ന്റെ ഫ്രാക്ഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 1/9 എന്ന് പറഞ്ഞാൽ 11.11 ആയിരിക്കും. 2/9 അങ്ങനെയാണെങ്കിൽ 2/9 2 into 11.11 22.22. അപ്പൊ 3/9 എന്തായിരിക്കും? എത്രയായിരിക്കും? 33.33. 4/9 എന്തായിരിക്കും? അതെ, 44.44 ആയിരിക്കും. 5/9 എന്തായിരിക്കും? 55.55 ആയിരിക്കും. 6/9 എന്തായിരിക്കും?
66.66 ആയിരിക്കും. 7/9 എന്തായിരിക്കും? 77.77 ആയിരിക്കും. 8/9 എന്തായിരിക്കും? 88.88 ആയിരിക്കും. 9/9 എന്തായിരിക്കും? 99.99 അല്ല, 100%. 9/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100%. Right. So 1/9. And also 1/9 പറഞ്ഞിട്ട് 1/10 അവിടെ നിൽക്കട്ടെ. നമുക്ക് 1/11 ഡിസ്കസ് ചെയ്യാം. 1/11 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/11 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 100/11. 100/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 99 9 തവണ പോകും. 9.09 പോകും. എന്താണ്? 9.09. അങ്ങനെയാണെങ്കിൽ 2/11 എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ 18.18. 3/11 എന്ത് വരും? 27.27. 3 into 9. 4/11 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 into 9 36.36. 5/11 9 into 5 45.45. 6/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94 9 into 6 54.54. 7/11 9 into 7 63.63. 8/11 എന്ന് പറഞ്ഞാൽ 9 into 8 72.72. 9/11 എന്ന് പറഞ്ഞാൽ 9 into 9 81.81. 10/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 10 90.9. 11/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is equal to 1 equal to 100%. അപ്പൊ ഇവിടെ നോക്ക്, 1/9 എന്ന് പറഞ്ഞാൽ 11.11 ഉം 11ന്റെ മൾട്ടിപ്പിൾ ആ പോകുന്നത്. 11.11 22.22 33.33. 1/11 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിളാ. 9.09 18.18 27.27 36.36. അപ്പൊ എപ്പോഴും ആലോചിക്കുക, 1/9 ആണെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളും 1/11 ആണെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ടേബിൾ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. സോ 1/9 കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് 1/11 ആണ്. സോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് വിട്ടിട്ടുണ്ട്? 1/10 വിട്ടിട്ടുണ്ട്. സോ 1/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10% അല്ലേ? സോ 2/10 എന്ത് വരും? 20%. 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3/10 30%. 4/10 40%. 5/10 50%. 6/10 60%. 7/10 70%. 8/10 80%. 9/10 90%. and 10/10 എന്ന് പറഞ്ഞാൽ 1 അഥവാ 100%. റൈറ്റ്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ടോപ്പിക്കിലും, പെർസെന്റേജിന് മാത്രമല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് തുടങ്ങി എല്ലാ ടോപ്പിക്കിലും ഇതുപോലെ ഈ പെർസെന്റേജ് ചേഞ്ച് ഇല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ വരും. കാരണം ഇപ്പം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മളോട് പറയാണ് ഒരു കാറിന്റെ സ്പീഡ് 33.33% ഇൻക്രീസ് ആയി എന്ന് പറയുകയാണെങ്കിൽ 33.33% 1/3 ആണെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്പീഡ് ഞാൻ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3 എടുക്കും. ന്യൂ സ്പീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എടുക്കാൻ പറ്റും? 1 ആഡ് ചെയ്യണം. 1/3 കൂടുതലല്ലേ? അപ്പൊ 3 + 1 4 ആയിട്ട് വരും. ഇതാണെന്ത് സ്പീഡിന്റെ റേഷ്യോ എങ്കിൽ. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും. 4:3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൈമിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ടാവും 30. അപ്പൊ 30 ആണ് ഈ 4 - 3 1 30 ആണെങ്കിൽ ഇവന്റെ ടൈം 4 × 30 2 മണിക്കൂർ. 3 × 30 90 മിനിറ്റ് അഥവാ 1.5 ഹവർ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലിക്കേഷൻ ലെവൽസ് നമുക്ക് ഒരുപാട് രീതിയിൽ, ഇതിൽ മാത്രമല്ല എല്ലാ ടോപ്പിക്കിലും അപ്ലിക്കേഷൻ ലെവൽ വരും. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 33.133% ഓഫ് 900 നമ്മൾ നേരത്തെ ഏതൊരു പെർസെന്റേജിന്റെ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലാണ് നിന്നത് അല്ലെ? ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 33.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണെന്ന് അറിയുന്ന ഒരാൾക്ക് 1/3 ഇൻറ്റു ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് 900 എത്ര കണ്ടുപിടിച്ചാൽ പോരെ? 39 3 തവണ. സോ ആൻസർ 300 എന്ന് കിട്ടും. അല്ലെങ്കിലോ നമ്മൾ 10% കണ്ട് 30 കാണണം, 1% കണ്ട് 3 കാണണം, 0.1 കണ്ട് 0.3 കാണണം, 0.01 കണ്ട് 0.03 കണ്ടുപിടിച്ചിട്ട് ഒരുപാട് കാൽക്കുലേഷൻ ആവും. സോ ഫ്രാക്ഷൻ ടേബിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നേരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇപ്പം എന്നോട് പറയാണ് 12.5% ഓഫ് 800 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? 12.5 1/8 ആണ്. 8 കട്ട് ചെയ്താൽ എത്ര വരും? 100 ആണ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോൾ? പെർസെന്റേജ് ഫ്രാക്ഷൻ ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. സോ നമുക്ക് പെർസെന്റേജിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.